ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് റൈസ് പുഡിംഗ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈജിപ്ഷ്യൻ റൈസ് പുഡിംഗ് ആണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈജിപ്ഷ്യൻ റൈസ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യണത്. ഈജിപ്ഷ്യൻ റൈസ് ഒരു ഷോർട്ട് ഗ്രെയിൻ റൈസാണ്. നമുക്ക് നാട്ടിലത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ അരി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് ഒന്ന് കുതിർത്ത് വെച്ചതാണ്. അതിന് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് അരി വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്കുള്ള അരി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഈ റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ്സ് തന്നെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബസ്മതിയാണ് യൂസ് ചെയ്യണമെങ്കിലും അരി നന്നായിട്ട് വേഗണ വരെ ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് മെഷർമെൻറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. ഇതിലൊരു 3.5 കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതും കൂടി ഇട്ട് ചെറിയ തീയിൽ നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഇത് കട്ടിയാവണ വരെ ഒന്ന് കുറുകി വരണ വരെ നമ്മൾ കുക്ക് ചെയ്യണം. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. അരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും. ഇനി ബാക്കിയുള്ള ഒരു 1/2 കപ്പ് പാലിൽ നമ്മൾ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലോർ ഇട്ടതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഈ മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇനി നമ്മളിതിലേക്ക് ലേശം ഉപ്പ്, അത് ഓപ്ഷണലാണ്, നമുക്ക് ഈ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ച് ബ്ലസം വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. അറബിക് ഡെസേർട്ട്സിലൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ് ഓറഞ്ച് ബ്ലസം വാട്ടർ. നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്താലും മതി. അതെല്ലാം കൂടി ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഗാർണിഷിന് വേണ്ടി ഞാൻ കുറച്ച് പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.